ഹായ്, ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാം. സ്കൂൾ കലോത്സവത്തിന് സ്വാഗതഗാനം ഒരുക്കാൻ പ്രമുഖ നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിലൂടെ വളർന്നു വന്ന സിനിമയിൽ പ്രശസ്തയായ ആളാണ് പണം ആവശ്യപ്പെട്ടത്. നടിക്ക് അഹങ്കാരവും പണത്തോട് ആർത്തിയുമാണെന്നും മന്ത്രി പറഞ്ഞു. നടിയുടെ പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ലെന്നും വി ശിവൻകുട്ടി. എത്ര അഹങ്കാരം പണത്തോടുള്ള ആസ്തിയും ഇവർക്ക് തീർന്നില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവുന്നതിനെ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളെ പത്രങ്ങളിൽ വലിയ വാർത്തയാവുന്ന കാര്യം. ഇവരെല്ലാം എത്ര മാന്യന്മാരാണ്, എത്ര സാധാരണക്കാരാണ്. പരിപാടിക്ക് വിളിച്ചാൽ കാശ് നമുക്ക് ഇങ്ങോട്ട് വരും, അവരങ്ങോട്ട് വാങ്ങില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ നമ്മുടെ ഭഗത്തിന് ഞങ്ങൾ കഴിഞ്ഞ ഓണാഘോഷത്തിന് വിളിച്ചു. അത് ക്ലൈന്റ് വന്നു, എപ്പോഴും വന്നു, എവിടെ താമസിച്ചോ ഒന്നും നമുക്കറിയില്ല. പരിപാടിക്ക് എടുത്ത സമയം എത്തിച്ചത്. ഞാൻ പറയുന്നത് സിനിമ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എന്താ പറയണേന്ന് പോലും അറിയാൻ വയ്യ. മൈക്ക് കൊണ്ടുവന്ന് അയാളെ വായിക്കകത്തോട്ട് തള്ളിക്കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട്. തൊഴിലാളി നേതാവാണ് ഒരു തൊഴിലാളിയുടെ വേതനം അയാൾ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് തൊഴിലാളിയാണെന്ന് വെച്ചാൽ അത് തൊഴിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു സ്വാഗത ഗാനം വേണം എന്ന് തീരുമാനിക്കുമ്പോൾ അവരൊരു ഏബിളായ സ്ത്രീ ആയതുകൊണ്ടായിരിക്കുമല്ലോ അവരെ ചൂസ് ചെയ്തത്. പിന്നെ പുള്ളി പറയുന്നതാണെങ്കിൽ പുള്ളി എന്തുവാണ്, പുള്ളി പിന്നെ വല്ല പാർലമെന്റിലെ തുണി പൊക്കി കാണിക്കൽ അങ്ങനത്തെ കുത്സിതങ്ങളൊക്കെ കാണിക്കുന്നതിനായിരിക്കും. പുള്ളിക്ക് ആ പ്രിവിലേജിനായിരിക്കും സർക്കാർ വണ്ടി, സർക്കാർ വീട്, സർക്കാർ പെട്രോള്, സർക്കാരായിട്ട് എല്ലാ ഇതും ചെയ്തു കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇങ്ങനെയും കൊണ്ട് നടക്കണം അല്ലേ. സത്യത്തിൽ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവരുടെ ഒരു പ്രത്യേക ശാസ്ത്രത്തിനെ തന്നെ കളിയാക്കുന്നതാണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അവരുടെ റൈറ്റ്സ് ആണ്. ഇപ്പം കലോത്സവത്തിൽ കൂടെ ഒരു പെണ്ണ് പൊതുസമൂഹത്തിലേക്ക് വരികയാണ്. മഞ്ജു വാര്യർ വന്ന്, നവ്യ നായർ, ഒരുപാട് പേരുണ്ട്, അമ്പിളി ദേവി, ഒത്തിരി പേര് സിനി ഫീൽഡിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്ക് ഒരു മീഡിയമായിട്ടുണ്ടായിരുന്നത് ഈ കലോത്സവ വേദി തന്നെയാണ്, തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ നമ്മളിപ്പോൾ പഠിച്ച സ്കൂൾ, ഇപ്പോൾ നാവായിക്കുളം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെയും പഠിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെ മാത്രമല്ല, അപ്പോൾ നാവായിക്കുളം സ്കൂളിൽ ഇപ്പം അവിടുത്തെ ഒരു പുതിയ കെട്ടിടം പണിയാണ്. ചാന്ത് കുഴയ്ക്കാൻ ആളില്ല. എന്നെ വിളിച്ചാൽ ഞാൻ പോവുമോ? സൗകര്യമില്ലെന്ന് പറയും. അവിടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു, അതിനനുസരിച്ചിട്ട് എനിക്ക് ജോബ് കിട്ടി. അപ്പോൾ എൻ്റെ വേതന നിശ്ചയിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കണം. അതാണല്ലോ ഈ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്ന സാധനം. ശിവൻകുട്ടിക്ക് വന്ന് തലയ്ക്ക് വെളിവില്ലാതായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി പുതിയൊരെണ്ണത്തിൽ പുള്ളി അത് തിരുത്തി പറയുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ വന്ന് ഫ്രീക്ക് ചെയ്തിട്ട് അത് ഓരോരുത്തരുടെ തോന്നലാണ്. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അയാൾ അങ്ങനെ ചെയ്തു. അയാൾക്ക് അത്ര വിലയേ ഉണ്ടാവുള്ളൂ, അത്ര വാല്യൂ ഉണ്ടാവുള്ളായിരിക്കും. ആശാ ശരത്തിനെയാണ് പുള്ളി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള എക്സ്പെൻസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 lakhs ടിക്കറ്റ് എടുക്കണം, ഒരുങ്ങി വരണം, ഇത് ചിട്ടപ്പെടുത്തി കൊടുക്കണം. അവർക്ക് അതിൻ്റെ എഫർട്ടുണ്ട്. ആ എഫർട്ടിനുള്ള എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത്. അതൊരു ഡിമാൻഡാണ്. ആ ഡിമാൻഡ് ഉള്ള വ്യക്തി ആയതുകൊണ്ടല്ലേ അവരെ വിളിച്ചിട്ടുള്ളത്. ഒരു അല്പം പോലും കോമൺ സെൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേപോലെ തന്നെയാണ് ഇവര് പൊതുവിൽ ഇവരുടെ ഭരണത്തിൽ തന്നെ ഇവർ ഈ കിറ്റ് കൊടുക്കുന്നത് എന്തോ സൗജന്യം ചെയ്യുന്നതാണൊക്കെ പറയും. പെൻഷൻ കൊടുക്കുന്നത് സൗജന്യം എന്ന് പറയും. അത് ഓരോരുത്തരുടെ റൈറ്റ്സ് ആണ്. ഇപ്പം ഈ പറയുന്ന രീതിയിൽ പിന്നെ അവകാശങ്ങളാണ് ഓരോരുത്തരുടെ. ഇപ്പം പുള്ളിക്കാരത്തേക്ക് ഡാൻസ് അറിയാം, കല അറിയാം. അതവർ പഠിച്ചത് എന്തിനാണ്? അതിലൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ തന്നെയാണ് അവരത് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ചുമ്മാ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഇവർ ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ നിൽക്കുന്നവർ വന്നത് ചെയ്തിട്ട് പോകും. ആ വ്യക്തി വന്നാലേ അതിനകത്തൊരു ക്രൗഡ് വരുള്ളൂ. അത് പുള്ളി പിന്നീട് നടക്കുന്ന ഒരു സ്പീച്ചിൽ അത് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വായ്ത്താളം അടിക്കുക എന്നതിനപ്പുറം ഇതിനകത്തൊന്നും ഒരു മൂല്യം കൊടുക്കേണ്ടതില്ല. എന്തായാലും ഈ പ്രസ്താവന പുള്ളി പിൻവലിച്ചുകൊണ്ട് ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ശ്രീമതി KS ചിത്ര പങ്കെടുത്തിരുന്നു. ഓണം വരഘോഷത്തിന്റെ ഉദ്ഘാടന ശ്രീ ഫഹദ് ഫാസിൽ, ശ്രീ ദുൽഖർ സൽമാൻ തുടങ്ങിയവരെല്ലാവരും പ്രകടനമാകാതെയാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്താണെങ്കിൽ മമ്മൂട്ടി 2 മണിക്കൂർ നേരത്തെ വിളിച്ചോടെ. അവസാനം കുട്ടികളുടെ തള്ളും സമ്മാനം വരികയും അദ്ദേഹത്തിന് തള്ളും ഊന്തുമൊക്കെ ആയിട്ട് അതൊക്കെ ഉണ്ടായിട്ട് സംസ്ഥാന നാടക മത്സരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സമ്മാനദാനം കൊടുക്കും. സുരാജ് സുധീർ കരമന സുധീർ. കലോത്സവ വിവാദം പ്രസ്താവന പിൻവലിച്ച് വിദ്യാഭ്യാസ മന്ത്രി. അവസാനം അത് പിൻവലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം അത് ബോധ്യപ്പെടുത്തി, അത്രയേ ഉള്ളൂ.
ഇത് ഈ വിഷയത്തെ പറ്റി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായി പ്രമുഖ നടി, അതായത് കലോത്സവത്തിലൂടെ വന്ന ഒരു നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവാദ പരാമർശമാണ് കേരളത്തിൽ ഏറെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത്ര തുക വാങ്ങണം എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് കലയെ വില കൊടുത്ത് വാങ്ങാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്നുള്ളത്. ഒരു കലാകാരി എന്ന നിലയ്ക്ക് എന്താണ് പറയുന്നത്? കല എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കലാകാരികളുടെ ഉപജീവന മാർഗമാണ്. ഇപ്പം എത്രയോ വേദികളിൽ നൃത്തം അവതരിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ജീവിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് കലാകാരികൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമുണ്ട്. ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. തീർച്ചയായിട്ടും റെമ്യൂണറേഷൻ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇതിന് മുന്നത്തെ വർഷം ഞാൻ 60 കുട്ടികളുടെ കൂടെ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ ഞാൻ നൃത്തം അവതരിപ്പിച്ചിരുന്നു. അവരെ പരിശീലിപ്പിച്ചാണ് അവതരിപ്പിച്ചത്. 2 ദിവസം മുന്നേ വന്ന് അവരുടെ കൂടെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. അതിന് മുന്നത്തെ വർഷം ഞാനും കൂടി ഉണ്ടായിരുന്നു മുഖ്യ അതിഥിയായിട്ട് CMന്റെ കൂടെ. അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ, അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന്. അപ്പൊ അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ്, മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും. ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത്. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവർ 2ാമത്തെ വർഷം ഗവൺമെന്റ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളോട് കളിച്ചത്. അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത്. സംസ്ഥാന സ്കൂൾ ജനോത്സവം എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും കലാകാരന്മാരുടെയും ഒരു സ്വപ്നവേദിയാണ്. നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്ന വേദിയാണ്. അവർക്കൊപ്പം ചെലങ്ക് കെട്ടുമ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് അഹങ്കാരമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ബോധമില്ലായ്മ കൊണ്ടാണ്. അത് ബോധമില്ലായ്മ ആണല്ലോ തുണിമുക്കി കളിയൊക്കെ കളിക്കുന്ന പുള്ളിക്കാരൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ അയാൾക്ക് എന്ത് യോഗ്യത ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് ഇത്രയും പൈസ കിട്ടുന്നത്? അയാൾ ഭയങ്കര സംഭവമായിട്ടാണ് അയാളെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. പുള്ളി ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കൂടെ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. നമ്മൾ മിക്കവാറും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നത്? ഓരോ ഉദ്ഘാടനത്തിന് പോയാൽ അതിന് പൈസ കൊടുക്കും. ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചടങ്ങുകൾക്കൊക്കെ ഇവരുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ബ്രാൻഡിനാണ് കൊടുക്കുന്നത്. അയാളൊരു ബ്രാൻഡായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയും. പുള്ളിക്കാരത്തി ഫ്രീ ആയിട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരത്തി ഇത്തവണയും വിളിച്ചത്. കഴിഞ്ഞ തവണ ഫ്രീ ആയിട്ട് ചെയ്തു, അതുകൊണ്ട് ഇത്തവണയും കൂടെ ഫ്രീ ആക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ആ പൈസ ലുട്ടാക്കാം. ലുട്ടേരാഹേ എന്ന് വെച്ചാൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഒരു നിശ്ചിത തുക കൊടുക്കുന്നു എന്ന് വകമാറ്റിയിട്ട് ആ വകമാറ്റിയ തുക തൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം. അത് നടന്നില്ല. അപ്പോൾ അങ്ങേർക്ക് കലി വന്നു ഉടനെ പറയണം. അതേപോലെ തന്നെയാണ് എല്ലാ വിഭാഗക്കാരെയും അവർ തന്നെയാണ്. ഇത് എനിക്ക് ദേഷ്യം തോന്നിയത് തൊഴിലാളി വർഗക്കാരുടെ നേതാവാണ്. അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക. ഇവന്മാർക്ക് ഇതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. ഇവന്മാർക്ക് ക്ലാസ് എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് എന്തായാലും ആ പെൺകുട്ടിയെ എടുത്തു വെച്ച് ഉരുട്ടി എന്ന് വിചാരിച്ചിരുന്ന ഇയാൾക്ക് സ്വയം ഉരുണ്ടു എന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അതിനാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ശിവൻകുട്ടിക്ക് പൊൻതൂവലായി. അങ്ങനെ വിചാരിച്ച് പെണ്ണുങ്ങൾക്ക് അഹങ്കാരമാണെന്ന് പറയുമ്പോൾ എല്ലാവരും അവളെ എടുത്ത് വെച്ച് ഉടുക്കും, അല്ലെങ്കിൽ അവളെ എടുത്ത് വെച്ച് അങ്ങ് അമറാവധിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് റിവേഴ്സ് എഫക്റ്റ് ആണ് കിട്ടിയത്. പുള്ളിക്ക് തന്നെ മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ. മാപ്പ് പറഞ്ഞില്ല, ബട്ട് അതങ്ങ് പിൻവലിക്കുന്നത് മാപ്പ് പറച്ചിൽ പോലെ തന്നെയാണ്. തട്ടും തുല്യം, പുറത്ത് രണ്ടും തുല്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. വൈകിപ്പോയി പ്രതികരിക്കാൻ എന്നുള്ളത് ഞാനിത് കണ്ടിട്ട് ഇത് എന്താണ്, എവിടേക്കാണ് ഈ പോകണം? ആദ്യം നവ്യ നായരിലേക്കായിരുന്നു ഇത് പോയിട്ടുണ്ടായിരുന്നത്. നവ്യ നായരല്ല, ആശാ ശരത്താണ് ആള്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പം എനിക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് ഞാൻ നിശ്ചയിക്കുക, നാട്ടുകാരല്ല നിശ്ചയിക്കുക. അപ്പം എനിക്ക് ഇത്ര ഉണ്ട്, എനിക്ക് ഇത്ര എക്സ്പെൻസ് ഉണ്ട്, എനിക്ക് ഇത്ര പൈസ തന്നാൽ മാത്രമേ ഞാൻ ആ പ്രോഗ്രാമിന് വരൂ എന്ന് പറയുന്നത് എൻ്റെ മൂല്യബോധമാണ്. ഞാനൊരു ബ്രാൻഡാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഡിമാൻഡാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നവർ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. അത് അവർ പറഞ്ഞത് കൃത്യമാണ്. പിന്നെ യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തലകുമ്പിട്ട് നിൽക്കണം. അതിലല്ല ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഷെഡ്യൂൾ കാസ്റ്റിലുള്ളവർക്ക് കൊടുക്കുന്ന അലവൻസ് ഒക്കെ ഞങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങൾക്ക് സ്മരണയില്ല എന്നൊക്കെ പറയുന്നത് അട്ടർ നോൺസെൻസാണ്, അട്ടർ വേസ്റ്റ് പരിപാടിയാണ്. അതൊക്കെ ഒരു ബോധമില്ലാത്തവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ്. ഇത്രയും ബോധമില്ലാത്തവനൊക്കെയാണല്ലോ അവിടെ കയറി കുത്തിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പം സ്വാഹ.